ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വിഷു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ലേറ്റായി എനിക്കറിയാം, പക്ഷേ സോറി, നമ്മുടെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ സെറ്റ് ആയിരിക്കും ലേറ്റായി. അപ്പോൾ നമ്മളിന്ന് വിഷു മേക്കപ്പ് ലുക്കും പ്ലസ് നമ്മുടെ ഒരു ഡ്രസ്സ്, ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്. അത് എനിക്ക് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ഞാനിപ്പോൾ ചെയ്യിപ്പിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. സോ അപ്പോൾ ഇനി മുതൽ ഞാൻ വോയിസ് ഓവർ ആവും കൊടുക്കേണ്ടത്. ബിക്കോസ് നമ്മൾ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം പോകും. അപ്പോൾ മേക്കപ്പിൻ്റെ ഭാഗം ബാക്കിയെല്ലാം ഞാൻ കുറേശ്ശെ വോയിസ് ഓവർ കൊടുക്കാം. ആൻഡ് എൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ആയിരിക്കും, അതൊന്നും അമർത്താൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആൻഡ് വെള്ളയ്ക്കും കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ മെല്ലെയാണോ സംസാരിക്കുന്നത് എനിക്കറിയില്ല. മെല്ലെ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് തീരെ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ കൂടെ മിസ്റ്റേക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഈ റൂമിൽ കുറച്ച് എക്കോ ഉണ്ട്. അതും കൂടി ആകുമ്പോൾ മൈക്കിൻ്റെ പ്രശ്നം കൊണ്ട് പൊക്കെ കൂടി ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. സോറി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മെല്ലെ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. വർക്കാവും വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചത്. സംസാരത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവണ്ട, അതും കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെർമാവൈവിൻ്റെ ഫേസ് വാഷാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. നല്ലതാണ്. അപ്പോൾ അതിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ മേക്കപ്പ് അടിപൊളിയായിരിക്കണം. നമ്മുടെ മോയ്സ്ചറൈസർ നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ആൻഡ് നല്ല രീതിക്ക് തന്നെ നല്ലോണം തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിലേക്ക്. ആൻഡ് ഈ ലെങ്സ് എന്ന് പറയുന്നത് ഇത് ഫ്രഷ് ലുക്കിന് ഞാൻ തോന്നുന്നു. ഇത് 1 day ലെങ്സ് ആട്ടോ, ഒരു യൂസ് ഇട്ടിട്ട് കളയണം. ആൻഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ്. ഒരു ഷുഗറിൻ്റെയും എനിക്ക് ഓർമ്മയില്ല, റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ അടുത്തെന്ന് പറയുന്നത് ഷുഗറിൻ്റെ ഒരു എന്താ പറയുന്നത്, ആക്ച്വലി ഡ്യൂയി ഫിനിഷുള്ളൊരു സ്ട്രോക്ക് ക്രീം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരെന്നെ മോയ്സ്ചറൈസിങ് എന്തോ സാധനമാണ്, ഞാൻ പേര് ഇവിടെ കൊടുക്കാം. ആൻഡ് ഇത് ഭയങ്കര രസമാണ്. ഇതിന് ആക്ച്വലി ഒരു ഗോൾഡൻ ഷീനാണുള്ളത്. പക്ഷെ തീരെ നമ്മുടെ ഫേസിൽ ഗ്ലിറ്റേഴ്സ് ഉണ്ടെന്ന് അറിയില്ല. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഗ്ലോ ആണ് ഇത് കേട്ടോ. ഭയങ്കര അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തോളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഗ്ലോ തരും. ഇത് ആക്ച്വലി നമുക്ക് ഡെയിലി വെയറിനൊക്കെ ചുമ്മാ ഫേസിലിട്ട് അപ്ലൈ പോകാൻ പറ്റുന്ന സംഭവമാണ്. നോക്കൂ, ഒരു പ്രത്യേക രസമല്ല ഇത് ഇട്ടപ്പോൾ. അടുത്തെന്ന് പറയുന്നത് നമ്മളൊരു പ്രൈമറാണ് അടിക്കുന്നത്. സ്മാച്ച് ബോക്സിൻ്റെ പ്രൈമിങ് സ്പ്രേ ആണ്. ഞാൻ കുറേ കാലം ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ലാക്മേയുടെ പ്രൈമറാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഇത് ആക്ച്വലി നമ്മുടെ ഫേസിലെ പോഴ്സൊക്കെ നല്ലോണം ബ്ലറാക്കി ഫീൽ ചെയ്യിപ്പിക്കും. കണ്ടോ? അടുത്തെന്ന് പറയുന്നത് കുറേ കാലം യൂസ് ചെയ്യാത്തൊരു ഫൗണ്ടേഷനാണ് ലൊറിയാലിൻ്റെ അടിപൊളി ഫൗണ്ടേഷൻ കേട്ടോ. ഇത് ആക്ച്വലി ഒരു മാറ്റ് ഫൗണ്ടേഷനാണ്. ഇതേപോലത്തെ ഒരു ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്ത് കുറേ എന്താ പറയുക നേരെ നിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത് കേട്ടോ. ആൻഡ് നമ്മളൊരു പ്ലൂമയുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി കേട്ടോ. ആൻഡ് അടുത്ത് ഞാൻ നമ്മുടെ വെറ്റ് ആൻഡ് വാൾഡിൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ശരിക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. വെറ്റ് ആൻഡ് വാൾഡിൻ്റെ ഈ ബ്യൂട്ടി ബ്ലെൻഡർ അടിപൊളിയാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. അടിപൊളി ഫൗണ്ടേഷൻ, ഭയങ്കര ഡ്യൂയി നാച്ചുറൽ ഫിനിഷാണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഫൗണ്ടേഷനാണ്. F10 ആട്ടോ എൻ്റെ ഷെയ്ഡ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അടുത്തത് കെ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡറാണ്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പാക്ട് പൗഡർ ആട്ടോ. ഫേസിന് ഒരു ബ്ലർഡ് എഫക്റ്റ് വരുന്നൊരു കോമ്പാക്ട് പൗഡറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോക്കൂ, പെട്ടെന്ന് എൻ്റെ ഫേസിനൊരു ഭയങ്കര ബ്ലർഡ് എഫക്റ്റ് കിട്ടില്ലേ. ഫൗണ്ടേഷൻ ഇട്ടതിനേക്കാളും കുറച്ചൊരു ഭംഗി വന്നില്ലേ കോമ്പാക്ട് ഇട്ടപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തു, അത് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോയുടെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ആൻഡ് ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോയുടെ ലാസ്റ്റുമാണ് ഞാൻ ഫില്ല് ചെയ്തത്. ആൻഡ് ഞാനിങ്ങനെ എന്താ പറയുക, ഇത് ആക്ച്വലി പൗഡർ പ്രൊഡക്റ്റ് അങ്ങനെ അടിപൊളി കേട്ടോ. ഇത് പ്രൈസും കുറവാണ്. ഇത് വെറ്റ് ആൻഡ് വാൾഡിൻ്റെയാണ്. ഇതിലെല്ലാം ഉണ്ടാവും. ഒരു ബ്രഷ് ഉണ്ടാവും ഇതിൽ ആക്ച്വലി. എന്നിട്ട് ഒരു വാക്സും ഉണ്ട്. നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ബ്രോ ശരിക്കും നിർത്താൻ വേണ്ടിയിട്ടുള്ളത്. ഒരു ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, ഒരു മിറർ, പിന്നെ ഒരു പ്ലക്കർ, എല്ലാം കൂടി അത് ഈ പ്രൈസിന് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ ബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് നാച്ചുറൽ ആയിട്ടോ. അടുത്ത് നമ്മുടെ കെ ബ്യൂട്ടിയുടെ ഒരു ന്യൂ ഐഷോയുടെ പാലറ്റാണ്. അവർ പുതിയ ലോഞ്ചാണ്. അതും വെറ്റ് ആൻഡ് വാൾഡിൻ്റെ ബ്രഷ് വെച്ചിട്ടാണ് ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിക്കാണ്, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബേസ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നല്ലോണം കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഒരു ബേസ് ഷെയ്ഡാണത്. അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ ഫുൾ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ഇരട്ടി നേരെടുത്തിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തത്, കണ്ടോ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡ്, അതിനേക്കാൾ ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് നമ്മളിവിടെ അറ്റത്ത് കണ്ണിൻ്റെ അറ്റത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒന്ന് ഭയങ്കര ഡാർക്കാക്കി കൊടുക്കുകയാണ് ആ ഒരു ഷെയ്ഡ് തന്നെ, നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഒരു മിഡിലായിട്ട് അപ്ലൈ ചെയ്യാണ്, ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ഫീൽ ചെയ്യിക്കാൻ. പിന്നെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മളെ കണ്ണിനെ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പോലെ ഇവിടെ ഗ്ലിറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്യാണ്. ആദ്യം ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് നോക്കി, പിന്നെ ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്തോട്ടി. കൈ കൊണ്ട് അപ്ലൈ ചെയ്താലൊരു സമാധാനം കിട്ടുള്ളൂ. എന്നിട്ട് അതൊരു വേറൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഐസിൻ്റെ മുകളിൽ ബ്യൂട്ടിഫുൾ പാലറ്റാണത്. എന്തായാലും നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ബ്യൂട്ടിഫുൾ പാലറ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ആണ്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഐ ഷാഡോ പാലറ്റും ഇത് വർക്ക് ആവുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളിയായിട്ടാണ് വർക്ക് ആവുന്നത്. നെക്സ്റ്റ് മേബിലിൻ്റെ എന്താ പറയുക ജെൽ കാജലെടുത്തിട്ട് ചുമ്മാ എഴുതി കൊടുക്കുക കേട്ടോ. നൈസ്, ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ മാത്രം എഴുതി കൊടുക്കുക. കുഞ്ഞൊരു വാലിട്ടുണ്ട്. ആൻഡ് ഇതാണ് അത്. അവരപ്പം തന്നെ ഇത് വാങ്ങുമ്പോൾ തന്നെ ഒപ്പം വരുന്നൊരു ബ്രഷാണ്. കണ്ണിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ വാലെഴുതാൻ എളുപ്പമാട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യാൻ തന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ എഴുതാറുള്ളത്. കണ്ണിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വാലിട്ട് എഴുതാം. കണ്ണിന് വലിച്ച് പിടിച്ച് എഴുതി കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമുക്ക് വാല എഴുതാൻ പറ്റും, കണ്ടോ. അപ്പോൾ നമ്മളൊരു സൈഡ് എഴുതി, ഇനി അടുത്ത സൈഡ് ചെയ്തിട്ട് തിരിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് ന്യൂഡ് കാജലാണ്. ഞാനിപ്പോൾ ന്യൂഡ് കാജൽസിനോട് ഒബ്സസ്ഡ് ആണ്. ഞാൻ അടിയിൽ ബ്ലാക്ക് കാജൽ എഴുതുന്നത് കുറവാണ്. ആൻഡ് അത് മാത്രമല്ല, എനിക്കിപ്പോൾ ബ്ലാക്ക് കാജൽ എഴുതുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്ന് കുറച്ച് ഒഴിവാക്കിയതാണ് ഇപ്പോൾ അടുത്ത്. കുറേ കാലമായിട്ട് എഴുതാത്തോണ്ടാവും കേട്ടോ. ന്യൂഡ് കാജൽ എഴുതിയപ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയൊന്നുമില്ലേ, രസമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് കളിക്കും. അടുത്തതെന്ന് പറയുന്നത് ഒരു മസ്കാരയാണ്. ദ ബാം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മസ്കാരയാണ്. കുറച്ച് പ്രൈസ് ഉണ്ട്, പക്ഷേ ഒരു മിനി സൈസുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. കുറച്ച് പ്രൈസി ആയിട്ടുള്ള ബ്രാൻഡാണ്, പക്ഷെ നല്ലതാണ്. അടുത്തതെന്ന് പറയുന്നത് കെ ബ്യൂട്ടിയുടെ എന്താ പറയുക കോണ്ടോ സ്റ്റിക്കാണ്. ഭയങ്കര ക്രീമി ആയിട്ടുള്ള കോണ്ടോ സ്റ്റിക്കാണ്, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ കോണ്ടോറിങ് ചെയ്യാറില്ല, പക്ഷെ ഇന്ന് ശരിക്കും കോണ്ടോറിങ് ചെയ്തപ്പോഴാണ് ഫേസിനുള്ളൊരു ഡിഫറൻസ് മനസ്സിലാവുന്നത്. പക്ഷെ എനിക്ക് റിയലായിട്ട് ഇങ്ങനെ ഡെയിലി പോകുമ്പോൾ കോണ്ടോറിങ് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരു ഫംഗ്ഷൻ, ഇതേപോലത്തെ ഒരു ഫംഗ്ഷനൊക്കെ ചെയ്യാം. അടുത്തത് കളർ ബാറിൻ്റെ ഒരു ബ്ലഷാണ്, ബ്യൂട്ടിഫുൾ ബ്ലഷാണ്. ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ ക്രീം ബ്ലഷസ് ഇഷ്ടമുള്ളൂ, പൗഡർ ബ്ലഷസ് ഇഷ്ടപ്പെടുന്നത് വളരെ കുറവാണ്. അത്രയും നാച്ചുറലായിട്ട് ഫീൽ ചെയ്താൽ മാത്രമേ എനിക്ക് ഇഷ്ടമാവാറുള്ളൂ. ഇത് ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു ബ്ലഷാട്ടോ. ആൻഡ് ഇത് ഫൊക്കലറിൻ്റെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഫൊക്കലർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ. ഈ ബ്ലഷ് അങ്ങനെ കൂടിയെന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട ഈ ബ്ലഷ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അടുത്തത് മേപ്പിലിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്ററാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹൈലൈറ്ററാണ്. ഇതെടുത്തിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹൈ പോയിൻറ്റ്സിലൊക്കെ, നോസുമ്മ, ചീക്കുമ്മ, എന്താ പറയുക ചിന്നുമ്മ, എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് ഞാൻ ബ്രോബോണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ബ്രോബോണിൻ്റെ മുകളിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ ക്യാമറ ഓഫ് ആയി. അപ്പം എന്ത് ചെയ്തു, ആ ടൈമിൽ പോയിട്ട് ഞാൻ ഡ്രസ്സപ്പ് ചെയ്തു വന്നു, മുടി കേൾ ചെയ്തു. ഞാൻ യൂസ് ചെയ്ത കേളർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണമെങ്കിൽ നിങ്ങൾക്കൊരു കേളിങ്ങിൻ്റെ വീഡിയോ ഇടാം. ആൻഡ് കേളർ അടിപൊളി കളറാണ്, കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാനും പറ്റി, ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് കേൾസ് വർക്ക് ആവുമെന്ന് അറിയണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേൾ ചെയ്തത്. അപ്പോൾ എൻ്റെ ഫേസ് തന്നെ മാറിയ പോലെ തോന്നി. ഞാൻ കേളിന് വെച്ചാൽ ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ ചെയ്യാറില്ല. ആൻഡ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ബ്യൂട്ടിഫുൾ അടിപൊളി ലിപ്സ്റ്റിക്കാണ്, നല്ല ടെക്സ്ചറാണ്, നോൺ ഡ്രൈയിങ് ഫോമുല, പ്രൈസ് കുറവാണ്, അടിപൊളിയാണ്. അടുത്തത് നമ്മൾ നിക്സിൻ്റെ ഡ്യൂയി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കൂടി ഒന്നാവാനും മാത്രമല്ല ഇതൊരു ഡ്യൂയി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. ലാസ്റ്റ് പൊട്ടി തൊട്ടു. അപ്പോൾ ഇനി നമ്മുടെ ലുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ആൻഡ് നമ്മുടെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ദ ഭാമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് സെൻഡ് ചെയ്തതെന്നാണ്. ഈ കമ്മൽ സെൻഡ് ചെയ്ത പേജിൻ്റെ ഇത് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുക്കാം. ബ്യൂട്ടിഫുൾ കമ്മലാണ്, അത് കുറേ മുമ്പ് എനിക്ക് അയച്ചു തന്നതാണ്, ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുക്കാം. ബ്യൂട്ടിഫുൾ കമ്മൽ, വേറെ ഒന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ ഡ്രസ്സ് കിട്ടും, എനിക്കൊരു ഡിസൈൻ ചെയ്ത് അയച്ചു തന്നതാണ്. ഈ ഒരു ഡ്രസ്സാണിത്, ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തരും, പെർഫെക്റ്റ് ഫിറ്റാണ്. പെട്ടെന്ന് തന്നെ അയച്ചിരുന്നു, ഞാൻ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് അവർ അയച്ചു തന്നു, അധികം ടൈമൊന്നും എടുക്കാതെ.
ആൻഡ് നിങ്ങൾക്ക് ഈ കേൾ ചെയ്ത് എനിക്ക് ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കേൾ ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ ആൾ മാറി പോലെ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ലുക്കാട്ടത്. ആൻഡ് ഈ വള എന്ന് പറയുന്നത് നമുക്ക് അമേത്തിസ് ജ്വൽസ് അയച്ചു തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലുക്കാട്ടത് ഈ ഡ്രസ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവരെ ചെക്ക് ചെയ്ത് നോക്കുക.